ഹലോ, അതെ. എന്താ? എങ്ങനെ അറിയാം? ഹലോ, എന്താ പറഞ്ഞ? ഹലോ, എന്തു പറ്റി? അമ്മ ഇവിടെ ഇല്ല. എന്തെങ്കിലും ഒന്ന് പറയുന്നേ. ആ, നില്ല്. ഫോൺ വെക്കാൻ വരട്ടെ. എന്താ ഇത്ര തിരക്ക്? ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ. ബാങ്കിൽ നിന്ന് ഇങ്ങനെ പിന്നെ ഞാൻ ഇത്ര നേരം മൂലയിലെന്താ അറിയോ? അമ്മ ഇതുവഴി പോയി. ചാക്കോ, അവൾ ആരോടാ സംസാരിക്കുന്നത്? അത് ബാങ്കിൽ നിന്ന് ഓമനക്കുട്ടൻ സാറാ. മിനിയാന്ന് അമ്മ ഇങ്ങോട്ട് വിളിച്ചിട്ടും ഓമനക്കുട്ടൻ സാർ വരാത്തതിന്റെ കാരണം എന്താണെന്ന് അമ്മയ്ക്കറിയാമോ? ഇല്ല. ആ, അപ്പച്ചിയുടെ തിരിക്ക. എന്ന് വെച്ചാ ഓമനക്കുട്ടൻ സാർ ഇപ്പോ അപ്പച്ചിയുടെ പോക്കറ്റിൽ ഇരിക്കുക. അമ്മ, ഈ ചേട്ടൻ ചുമ്മാ ഓരോന്ന് ഉദ്ദേശിച്ച് പറയാ. ഇവിടെ വരുന്നതിന് അപ്പച്ചി തിരക്കേണ്ട കാര്യം എന്താ? അവിടെ നിനക്ക് ബുദ്ധിയില്ലെന്ന് പറയുന്നത്. അഥവാ ഓമനക്കുട്ടൻ സാർ ഇവിടെ വന്ന് അപ്പച്ചിയെ കുറിച്ച് വല്ലതും ചോദിച്ചു പോയാൽ അമ്മയുടെ കൊക്കി ജീവനുണ്ടെങ്കിൽ നല്ലൊരു അഭിപ്രായം പറയൂ. അതറിയാം അപ്പച്ചി. അപ്പച്ചി അങ്ങനെയൊന്നും പറയില്ല. പറയും. കാഞ്ഞ സാധനമല്ലേ. ഇന്നോ ഇന്നലെയോ ഒന്നും കാണുന്നതല്ലോ. അവരങ്ങനെ എന്തെങ്കിലും ഓമനക്കുട്ടനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അറിയും. അപ്പച്ചിക്ക് ഭയങ്കര ആയുസ് തന്നെ. ഇപ്പൊ പറഞ്ഞു തീർന്നതേ ഉള്ളൂ. സാറിന്റെ മുമ്പ് ഞെളിഞ്ഞിരിക്കുന്നുണ്ടില്ലേ? ഈ വഴിക്ക് പോയാ ഇവിടെ കേറാതെ പോകാൻ എനിക്ക് മനസ്സേ വരില്ല. മഹേശ്വരിയുടെ കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഞാനേ തേങ്ങ ഇടിക്കാൻ പോകാനിരിക്കായിരുന്നു. അപ്പോഴാ ഓമനക്കുട്ടൻ വീട്ടിലേക്ക് പോന്നറിഞ്ഞത്. എന്നാ പിന്നെ പോകുന്ന വഴിക്ക് സൗകര്യമായിട്ട് ഇറങ്ങാമല്ലോ എന്ന് കരുതി. എന്താ മിസ്റ്റർ ഓമനക്കുട്ടൻ ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ? ഇങ്ങോട്ട് കയറുന്നില്ലേ? കയറണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഓമനക്കുട്ടന് സമയമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട് നാത്തുനെ, ഒരു ബാങ്ക് മാനേജർ ആയി കഴിഞ്ഞാ എല്ലാ വീട്ടിലും പോകാൻ സഹകരിക്കൊക്കെ വേണ്ടേ? പറഞ്ഞ കേക്കണ്ടേ? നമ്മൾ ഉന്തിയും തള്ളിയൊക്കെ വേണം വിടാൻ. അന്ന് വീട്ടിൽ ചെന്നപ്പോ അമ്മയും പറഞ്ഞു നമ്മളിങ്ങനെ ഉന്തിയാലേ നീങ്ങുള്ളെന്ന്. അതുകൊണ്ട് ഞാനിങ്ങനെ എപ്പോഴും പിന്നാലെ നിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഞാൻ ഇറങ്ങട്ടെ നാത്തുനെ. ഓമനക്കുട്ടൻ ഉണ്ണുന്നതിന് മുമ്പായി വീട്ടിലെത്താൻ വേണം. വരട്ടെ മക്കളെ. പോവാം. വരട്ടെ. ഒരുമിച്ച് ജീവിക്കേണ്ടത് നിങ്ങളല്ലേ, ഞാനാണോ പറയേണ്ടത്? എന്താടി ശാരദേ ഒന്നും മിണ്ടാത്തത്? ഇനിയൊരു കുടി നിർത്താതെ ഞാനിനി അങ്ങോട്ടില്ല. എത്ര നാളായി ഞാനിത് സഹിക്കുന്നു. രാഘവ, എന്തോ? പറഞ്ഞത് കേട്ടോ? കേട്ടെ. ഇതുവരെയൊക്കെ ഇഷ്ടം പോലെ ജീവിച്ചത് മതി. മേലാൽ എന്നെ കൊണ്ട് സംസാരിക്കാൻ ഇടവരുത്തരുത്. പൊയ്ക്കോ. പാടി. എന്താ മൈസ്രേട്ടെ നിന്റെ അഭിപ്രായം? പപ്പായുടെ വിധി ന്യായമായിരുന്നോ? അല്ല. ഓ, എന്തു പറ്റി? പപ്പ എന്തിനാ അവരോട് ആ കള്ളുകൂടിന്റെ കൂടെ ജീവിക്കാൻ പറഞ്ഞ്? അവര് പിരിച്ചയച്ചൂടെ? അതെ, നീ ഇപ്പൊ പറയും. നിന്റെ കല്യാണം കഴിഞ്ഞാലേ പപ്പ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാവൂ. പോ പപ്പ. ഹലോ. നിങ്ങൾ എന്താ ജോയി പറയുന്നത്? മുണ്ടുണ്ടോ? മുണ്ടോ? ജുബ്ബ ഉണ്ടോ? നാളെ മുണ്ടും ജുബ്ബയിടണേ. നാളെ രാവിലെ 10 മണിക്ക് വിളിക്കേ. എന്നാലും എന്നോട് പോലും ഇത് പറഞ്ഞില്ലല്ലോ സാറേ. എനിക്ക് ആളാരാണെന്ന് അറിയില്ല. പിന്നെ ഒന്ന് ചുമ്മാ ഇരിക്കണ സാർ. സത്യം, എനിക്ക് ആളിനെ അറിയില്ല. എന്നും രാവിലെ 10 മണിക്ക് വിളിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന ആരോ ആണെന്ന് എനിക്കറിയാം.
എന്നിട്ട് ആളിനെ ഇഷ്ടപ്പെട്ടോ ഫോണിലൂടെ? ശബ്ദം കൊള്ളാം. അത് മാത്രമല്ല, എന്നോട് ആരും ഇതേവരെ ഈ രീതിയിൽ പെരുമാറിയിട്ടില്ല. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. ചേട്ടാ, അത് കൊള്ളാമല്ലോ. എന്നാ നമുക്ക് ആളിനെ ഒന്ന് കണ്ടുപിടിക്കണം. ഞാനും സഹായിക്കാം. താങ്ക് യു. ബട്ട് കീപ് ഇറ്റ് കോൺഫിഡൻഷ്യൽ. ഡെഫിനറ്റ്ലി.